ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശീല ടീച്ചർ ഒപ്പം ചേരുന്നുണ്ട്. ശശീല ടീച്ചർ, നമ്മളിവിടെ പറഞ്ഞു വന്നത് വീരനാട്യം എന്ന നാടകം അത് വലിയ വിവാദമാവുകയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ്, പുരാണങ്ങളെ പരിഹസിക്കുകയാണ്, വളച്ചൊടിക്കുകയാണ്. കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇപ്പോൾ രമ്യാദാസ് പറഞ്ഞു വന്നത്. ഏതൊരു കുട്ടിക്കും അവൻ്റെ അഭിനയ മികവിനെ ഏതെങ്കിലും തരത്തിൽ പ്രകടിപ്പിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു സന്തോഷം, ആനന്ദം, അതിനെയൊക്കെ മുതലെടുക്കുകയായിരുന്നു, ചൂഷണം ചെയ്യുകയായിരുന്നു ഈ അധ്യാപകൻ എന്ന് തന്നെയല്ലേ നമ്മൾ അടിവരയിടേണ്ടത്? കാരണം ഞാനും ആ നാടകം അതിന്റെ ഇത് കണ്ടു, വീഡിയോ കണ്ടു. ആ കുട്ടികളൊക്കെ നല്ല അഭിനയ സാധ്യതയുള്ള, നല്ല അഭിനയ തികവാർന്ന കുട്ടികളാണല്ലോ. ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ പോയാൽ പോലും അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുമെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള മികവ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ കുട്ടികളുടെ അവകാശങ്ങളെയാണ് ഇവർ ഹനിച്ചത്. കാരണം ആ കുഞ്ഞു വായിൽ ഇവരെന്തൊക്കെയോ തള്ളിക്കയറ്റി. അതിന് വീരനാട്യം എന്നല്ല പറയേണ്ടത്, കപടനാട്യം എന്നാണ് പറയേണ്ടത്. ഇത് എന്തിനു വേണ്ടിയാണ് ഒരു കല അവതരിപ്പിക്കുമ്പോൾ പല വിധത്തിൽ ഒന്നുകിൽ അത് ആസ്വാദനത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇനി ആ ആസ്വാദനത്തിനോടൊപ്പം എന്തെങ്കിലും ഒരു സന്ദേശം സമാജത്തിന് കൊടുക്കാനുണ്ടാക്കണം, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇതിലെന്തായിരുന്നു ആ നാടകം? ഇതിൽ ഏതാണ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചത്? നിലവിലുള്ള എന്താണ് മലപ്പുറത്ത് ഇത് നിലവിൽ ഈ ഒരു പ്രശ്നമുള്ളത്? കുട്ടികൾ മലപ്പുറം റവന്യൂ ജില്ലയെന്നാണല്ലോ ഈ കുട്ടികളെ കൊണ്ട് ഇത് അവതരിപ്പിച്ചത്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയമാണ് അവിടെ ഉള്ളത്? സീതയുടെയോ അല്ലെങ്കിൽ ഊർമിളയുടെയോ എന്ത് വിഷയമാണ് അവിടെ ഉള്ളത്? അതുപോലെ തന്നെ ഇതിന് എന്ത് സന്ദേശമാണ് സമാജത്തിന് കൊടുക്കാനുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തിനൊരു സന്ദേശം കൊടുക്കാനില്ലേ? അപ്പൊ ഉള്ളിൽ ഉറഞ്ഞു കൂടിക്കിടക്കുന്ന വർഗീയത, മതമൗലികവാദം, തീവ്രവാദം, അത് കുട്ടികളിലൂടെ ഛർദ്ദിച്ചതാണ് ആ നാടകം. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിക്ക് അതിനെതിരെ നീങ്ങേണ്ടി വന്നതും ഇന്നലെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചതും. ഇപ്പോൾ ഞാനൊക്കെ ഒരു വിദ്യാലയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ കലാപരമായ കാര്യങ്ങളിൽ അതിന്റെയൊക്കെ ചുമതല എടുത്ത് നടത്തുന്നുണ്ട്. ഒരു നാടകമൊക്കെ നമുക്കാണ് ചുമതല എന്നുണ്ടെങ്കിൽ, യുവജനോത്സവത്തിന് അല്ലെങ്കിൽ ഇത്തരം കലോത്സവങ്ങളുടെ ചുമതല ഉണ്ടെങ്കിൽ നമ്മൾ നാടകം, മോണോ ആക്ട്, മിമിക്രി തുടങ്ങിയവരുടെ സ്ക്രിപ്റ്റ് ആദ്യം വാങ്ങി വായിക്കും. അതല്ലാതെ ഒരു നാടകവും സ്റ്റേജ് അത്തരം കാര്യങ്ങളൊന്നും സ്റ്റേജ് വെക്കാതെ മുൻകൂട്ടി അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ കൊടുക്കേണ്ടതൊന്നും അല്ല. ഡാൻസ് പോലെ, പാട്ട് പോലെ അല്ലാത്തതെല്ലാം തന്നെ മുൻകൂട്ടി നമ്മൾ സ്ക്രിപ്റ്റ് വാങ്ങി വായിക്കും. അതിലൊരു അപകടമില്ല. വളരെ കർശനമായി കുട്ടികളോട് പറയും, ഈ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരു മാറ്റവും സ്റ്റേജിൽ കയറി വരുത്തരുത്, അങ്ങനെ വരുത്തിയാൽ കർട്ടൻ ഇടും എന്ന് വളരെ കർശനമായി പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ സ്റ്റേജ് വെക്കാറാണ് അനുവദിക്കുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും നോക്കാൻ ആ വിദ്യാലയത്തിൽ ആരെങ്കിലും ഉണ്ടായോ? ഇപ്പൊ മാനേജ്മെന്റുമായി സംസാരിച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യത്തിന്റെ ഗൗരവം, അതായത് ഈ തെറ്റ് അധ്യാപകന്റേത് മാത്രമല്ല മാനേജ്മെന്റിന്റേതുമാണ്. അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് ഹിന്ദു ഐക്യവേദി ഇടപെട്ടുടൻ മാപ്പ് പറഞ്ഞ് മാറി നിൽക്കുന്നത്. അല്ല, ഒരു പക്ഷേ നമുക്ക് മാനേജ്മെന്റിന്റെ തെറ്റ് എന്ന് പറഞ്ഞുകൂടാ. കാരണം മാനേജർ ഇത്തരം അക്കാഡമിക് കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പാടില്ല വിദ്യാലയങ്ങളിൽ. ഒരു കല അവതരിപ്പിക്കേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ മാനേജറെ ചർച്ചയ്ക്ക് വിളിക്കുള്ളൂ. ഈ നാടകം സ്റ്റേജിൽ കയറ്റിയതിന് നേരിട്ട് മാനേജർ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഒരു അധ്യാപകന് മാത്രമായിട്ട് കയറ്റാൻ സാധിക്കില്ല. അവിടുത്തെ സഹ അധ്യാപകരെ, HM അടക്കമുള്ള അവിടെ ഇതിന് കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ അങ്ങനെയുണ്ട്, അങ്ങനെ അവരടക്കം ഉത്തരവാദിത്വം പറയേണ്ട കാര്യമാണിത്. അല്ലെങ്കിൽ തന്നെ ഈ വിവാദം കണ്ടു മനസ്സിലാക്കുമ്പോൾ ആർക്ക് കണ്ടാലും മനസ്സിലാവുന്നതാണല്ലോ. കണ്ടു മനസ്സിലാക്കുമ്പോൾ സ്കൂളിൽ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു. പോലും സ്റ്റേജിൽ കയറ്റരുതായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയിട്ടാണോ വന്നത് സംശയമുണ്ട്. പലപ്പോഴും അതൊക്കെ വെറും ആധികാരികമാക്കുള്ളൂ. സ്കൂളിൽ അവതരിപ്പിച്ച നാടകമല്ല പലപ്പോഴും കൊണ്ടുവരിക. കാരണം സ്കൂളിൽ അവതരിപ്പിച്ച നാടകങ്ങളിലേക്ക് മികച്ച നടന്മാരെ എടുത്തുകൊണ്ട് പലപ്പോഴും ആസൂത്രണം ചെയ്യണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ HM അതിന്റെ പ്രധാന ഉത്തരവാദിത്വമുണ്ട്. അവിടെ കലോത്സവത്തിന് ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ അവിടെ പറഞ്ഞു ആ അധ്യാപകനെയാണോ ഇപ്പൊ ഇവര് ശിക്ഷാ നടപടി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നിശ്ചയമില്ല. മാനേജ്മെന്റിന് നേരിട്ട് ഉത്തരവാദിത്വം നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ മാനേജ്മെന്റുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായതുകൊണ്ടാണ് ഒരു ഹിന്ദു ഐക്യവേദി പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പൊ അത്ര ഗൗരവമുള്ളൊരു വിഷയം സ്റ്റേജിൽ കയറുമ്പോൾ ഈ വിദ്യാലയത്തിൽ ആരും അത് തടയാനുണ്ടായില്ല എന്നുള്ളത് അത് ഒന്നുകൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കാരണം അപ്പൊ എത്തരത്തിലായിരിക്കും അവിടെ പഠനം നടക്കുന്നത്? എന്തായിരിക്കും അവർ കുട്ടികളെ, അല്ലെങ്കിൽ എന്ത് ആശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവർ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്? ഈ നാടകം അനവധി റിഹേഴ്സലിന് ശേഷമായിരിക്കുമല്ലോ സബ് ജില്ലാ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുക. ഇവിടേക്ക് ഇത് ചോദ്യം ചെയ്യണം. സബ് ജില്ലയിൽ നിന്ന് ഇത് കടന്നു വന്നു. ഒരാളുടെയും ശ്രദ്ധയിൽ പെടാത്തത് സബ് ജില്ലയിൽ നിന്ന് കടന്നു വന്നു. സബ് ജില്ലയിൽ അവതരിപ്പിച്ച് ഫസ്റ്റ് നേടിയ നാടകമാണ് ജില്ലാതലത്തിലേക്ക് എത്തുക. അപ്പൊ മലപ്പുറത്ത് ചങ്ങലക്കടക്കം ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സബ് ജില്ലാ തലത്തിൽ ഇങ്ങനെ ഒരു നാടകം എങ്ങനെ അതിന് കിട്ടി? അപ്പൊ അതിന്റെ ആശയത്തെ പറ്റി ആരും ചിന്തിച്ചില്ലേ? അവിടെ ജഡ്ജ് ചെയ്തവര്, അവിടെ ആ നാടകത്തെ സ്റ്റേജിന്റെ മാനേജർമാർ, അല്ലെങ്കിൽ അവിടെ അത്തരം കാര്യങ്ങൾ, അവിടുത്തെ സദസ്സ്,
നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടുത്തെ സദസ്സ്, ഇപ്പൊ ഇവിടുത്തെ സദസ്സിൽ അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സദസ്സിന് മനസ്സിലായത് കൊണ്ടാണ് ഇതൊരു വിവാദമായത്. ഇത് സബ് ജില്ലാ തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഇതേ നാടകം തന്നെയാണ് അവതരിപ്പിച്ചതെങ്കിൽ അല്ലെങ്കിൽ ചെയ്തത് വലിയ തെറ്റാണ്. കാരണം സബ് ജില്ലയിൽ അവതരിപ്പിച്ച നാടകം തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് അവതരിപ്പിച്ചത് എങ്കിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മലപ്പുറത്തിന്റെ മനസ്സ് ഇത്രയും തീവ്രമായി ഇത് സഹോദര മതങ്ങളെ അല്ലെങ്കിൽ ഇതര മതങ്ങളെ ഇകഴ്ത്തുന്നത് കണ്ട് കൈയടിക്കാവുന്ന ഒരു മനസ്സ് മലപ്പുറത്തിനുണ്ടോ? അതോ സബ് ജില്ലാ തലത്തിൽ നടന്നോ? അപ്പൊ ഇതിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വിഷയം ഇപ്പൊ ഇവിടെ അവസാനിക്കുകയാണ്. മാനേജർ പറഞ്ഞതോടുകൂടിയ വിഷയം അവസാനിക്കുമ്പോഴും ഇത് ഇനിയും ആവർത്തിക്കാം. കാരണം ഈ മനസ്സിൽ എവിടെ നിന്നും ആ സബ് ജില്ലയിൽ ഒരു ചോദ്യം വന്നില്ല. ഇങ്ങനെ ഒരു നാടകം എങ്ങനെ കയറിയെന്നോ ഇതിനെങ്ങനെ സമ്മാനം കിട്ടിയെന്നോ നമുക്കറിയാം. എല്ലാ ജഡ്ജ്മെന്റിനും വിവാദമാണ് കലോത്സവത്തിൽ. കരഞ്ഞും വിളിച്ചും എല്ലാവരും ബഹളമാണ്. ഈ സബ് ജില്ലയിലെ ജഡ്ജ്മെന്റിനെ പറ്റി മലപ്പുറത്തൊന്നും ഒരു ആക്ഷേപം വന്നില്ലല്ലോ. ഒരാളും അതിനെതിരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ വർഗീയവൽക്കരിക്കപ്പെട്ട തീവ്രവാദവൽക്കരിക്കപ്പെട്ട ആ മനസ്സിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് നാളെയും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് വളരെ ദയനീയമായ, കാരണം നാം ചിന്തിച്ചു ഒരു തരത്തിലും ഇതര മതത്തിന്റെ ഒരു കാര്യത്തിലേക്ക് ഇടപെടാത്തൊരു സമൂഹത്തെയാണ് ഇത്തരത്തിൽ അപമാനിച്ചത്. നമുക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ അറിയാം, പണ്ട് രംഗീല മുഹമ്മദൊക്കെ ഇറങ്ങേണ്ട സാഹചര്യം എന്തായിരുന്നു. സീതാദേവിയെ വേശ്യയായി ചിത്രീകരിച്ചുകൊണ്ട് ബുക്കിലെറ്റ് അടിച്ചിറക്കിയതിന്റെ ബദലായി ഗതികെട്ടൊരു സമൂഹമാണ് അന്ന് രംഗീല മുഹമ്മദ് എന്നൊരു കലാസൃഷ്ടി നടത്തിയത്. അതിന്റെ പേരിൽ വൻ വർഗീയ കലാപം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പഠിക്കേണ്ടവരല്ലേ ഇവര്. ചരിത്രം എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താന്റെ ആക്രമണോ മാപ്പിള ലഹള മാത്രമല്ല ചരിത്രം എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ മറ്റേ ഗസനിയുടെയും ഗോറിയുടെയും അക്രമമല്ല. ഇത് ആധുനിക ഇന്ത്യയുടെയാണ്. മധ്യകാല ഇന്ത്യയുടെ പൂർവ്വകാല ഇന്ത്യയുടെ അല്ല, ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ പെട്ടതാണ് ഈ വർഗീയ കലാപം. എന്നിട്ട് അത്തരം കാര്യങ്ങൾ ഒന്നും പഠിക്കാതെ ഇപ്പൊ ഇതിന് ബദലായിക്കൊണ്ട് മറ്റൊരു നാടകം ഉണ്ടാക്കാനോ എഴുതാനോ നാട് മുഴുവൻ ഏതായാലും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്കൂളിലെ മറ്റധ്യാപകർ ഈ നാടകം കണ്ട് വിലയിരുത്തിയതാണ്, സബ് ജില്ലയിലെത്തിയതാണ്. എന്നിട്ട് ജില്ലയിലെത്തിയപ്പോഴാണ് ഈ നാടകത്തിലെ തെറ്റുകൾ, പാടില്ലാത്ത അവതരണം തിരിച്ചറിയപ്പെട്ടത്, വിവാദമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ നാടകം സംസ്ഥാന തലത്തിലേക്ക് ഉണ്ടാകില്ല എന്ന ഉറപ്പ് സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിക്ക് നൽകിയിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം ആഴത്തിൽ പ്രകടമാകുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യാദാസ്, പ്രതികരിക്കുകയായിരുന്നു RV ബാബു, KP ശശികല ടീച്ചർ.